നമസ്കാരം. സെൻട്രൽ മാഗസിൻ്റെ പുതിയ ലേഖത്തിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. നമ്മുടെ ഈ ഭൂമികയിൽ മനോഹരമായ ചില കഥകളുണ്ട്. കഥകൾ എന്ന് പറഞ്ഞാൽ യാഥാർത്ഥ്യവും മിത്തും ചേർന്ന ചില സങ്കല്പങ്ങളും ചില കഥകളുമൊക്കെ ചേർന്ന് സൃഷ്ടിച്ചെടുത്ത ചില അമാനുഷിക കഥാപാത്രങ്ങൾ. കടമറ്റത്ത് കത്തനാർ എല്ലാവരും കേട്ടിട്ടുണ്ടാവില്ലേ? ഇതിൽ കുറേ യാഥാർത്ഥ്യങ്ങളുടെ വസ്തുതയുണ്ട്, കുറേ കഥകളുണ്ട്, കുറേ പലതും കൂടിച്ചേർന്നാണ് കള്ളിയങ്കാട്ട് നീലിയെ തളച്ച കടമറ്റത്ത് കത്തനാറുടെ കഥ നമ്മളെല്ലാവരും കേട്ടിട്ടുണ്ടല്ലേ. എന്നാൽ കടമറ്റത്ത് പള്ളിയുണ്ടല്ലോ, അതൊരു ആരാധനാലയം മാത്രമല്ല, മനോഹരമായൊരു കാഴ്ചാനുഭവം കൂടിയാണ്. 1200 വർഷത്തെ പഴക്കമുണ്ട് ആ പള്ളിക്ക്. 2021 അതിൻ്റെ നവീകരണ പ്രവർത്തനങ്ങൾ വലിയ മുതൽ മുടക്കിൽ ഇപ്പോൾ പൂർത്തിയാക്കി കഴിഞ്ഞിരിക്കുകയാണ്. മനോഹരമാക്കിയിരിക്കുകയാണ് ആ പള്ളി. നമുക്ക് ആ കടമറ്റത്തെ കത്തനാരുടെ ആ പള്ളിയുടെ വിശേഷങ്ങളും കഥകളും ഒക്കെ കണ്ട് ഇത്തവണത്തെ സെൻട്രൽ മാഗസിൻ തുടങ്ങാം. എറണാകുളം ജില്ലയിലെ കടമറ്റം എന്ന ഗ്രാമത്തിലാണ് കടമറ്റത്തച്ഛന്റെ പള്ളി എന്നറിയപ്പെടുന്ന സെന്റ് ജോർജ് ഓർത്തഡോക്സ് പള്ളി സ്ഥിതി ചെയ്യുന്നത്. AD 9-ാം നൂറ്റാണ്ടിലാണ് ദേവാലയം നിർമ്മിച്ചത്. പേർഷ്യയിൽ നിന്നെത്തിയ മാർ ആബോ എന്ന വൈദികനാണ് പള്ളി നിർമ്മിച്ചത്. കടമറ്റം നാട് ഭരിച്ചിരുന്ന ഐക്കുന്നത്ത് കർത്താക്കന്മാരാണ് മാർ ആബോയ്ക്ക് പള്ളി പണിയാൻ സ്ഥലവും സഹായങ്ങളും നൽകിയത്. കർത്തയുടെ മകളുടെ ചിത്തഭ്രമം മാറ്റിക്കൊടുത്തതിനെ തുടർന്നായിരുന്നു ഇത്. മാർ ആബോ എടുത്തു വളർത്തിയ ആളാണ് പൗലോസ് കത്തനാർ എന്ന കടമറ്റത്തച്ഛൻ. ഐതിഹ്യങ്ങളുടെ കലവറയാണ് കടമറ്റം പള്ളി. അത്ഭുത സിദ്ധികൾ ഉണ്ടായിരുന്നു എന്ന് വിശ്വസിക്കപ്പെടുന്ന കടമറ്റത്തച്ഛനെ ചുറ്റിപ്പറ്റിയാണ് കഥകളെല്ലാം. മാർ ആബോ പിതാവ് കടമറ്റത്തച്ഛനെ എടുത്തു വളർത്തുകയും വൈദികനാക്കുകയും ചെയ്തു. കടമറ്റം ദേവാലയത്തിന്റെ ചുമതല കടമറ്റത്തച്ഛനായിരുന്നു നൽകിയിരുന്നത്. ഒരു ദിവസം കടമറ്റത്തച്ഛന്റെ ആടുകളെ കാണാതായി. ഇവയെ അന്വേഷിച്ചു പോയ അച്ഛൻ കാട്ടാളന്മാരുടെ കൈകളിൽ എത്തപ്പെട്ടു എന്നും അവരിൽ നിന്ന് അത്ഭുത സിദ്ധികൾ ആർജിച്ച് തിരികെ വന്നു എന്നും കഥകളുണ്ട്. കാട്ടാളന്മാർ ഇദ്ദേഹത്തെ കൊല്ലുവാൻ ആഗ്രഹിച്ചുവെങ്കിലും ഇദ്ദേഹത്തിൻ്റെ പ്രാർത്ഥനാശക്തിയും ഇദ്ദേഹത്തിൻ്റെ ആ ചൈതന്യവും ഒക്കെ കണ്ടുകൊണ്ട് അദ്ദേഹത്തെ കൊല്ലാതെ അവരുടെ കൂട്ടത്തിൽ ഒരാളാക്കി നിർത്തുകയും അവിടെ നിന്ന് ചില അത്ഭുത വിദ്യകളൊക്കെ കടമറ്റത്തച്ഛൻ കരസ്ഥമാക്കുന്നുണ്ട്. അദ്ദേഹം വീണ്ടും ഈ മാർ ആബോ പിതാവിനെ കാണുവാനായിട്ട് ആഗ്രഹം പ്രകടിപ്പിക്കുകയും അങ്ങനെ അദ്ദേഹം ആ കാട്ടാളന്മാർ അദ്ദേഹത്തെ അവിടെ നിന്ന് വിടുകയും അദ്ദേഹത്തിന് ലഭിച്ച സിദ്ധികളാൽ കാവൽക്കാരെ മയക്കിക്കിടത്തി അദ്ദേഹം ഇവിടെ വരികയും അങ്ങനെ ദേവാലയത്തിലേക്ക് വന്നപ്പോൾ ദേവാലയത്തിൻ്റെ ഭിത്തികൾ ഇവിടെ വാതിലുകൾ അടഞ്ഞു കിടക്കുകയായിരുന്നു. അദ്ദേഹത്തിൻ്റെ പ്രാർത്ഥനയാൽ ആ വാതിലുകൾ തനിയെ തുറന്നു എന്നാണ് ഐതിഹ്യം പറയുന്നത്. ഈ കാട്ടാളന്മാർ പുറകെ വന്ന് കടമറ്റത്തച്ഛനെ പിടിക്കുവാനായിട്ട് ആഗ്രഹിച്ചുവെങ്കിലും വാതിൽ അടഞ്ഞു കിടന്നു. അതുകൊണ്ട് അവർക്ക് പ്രവേശിക്കുവാനായിട്ട് സാധിച്ചില്ല. അതുകൊണ്ട് അവർ ചങ്ങല കൊണ്ട് ഈ പള്ളിയിൽ അടിച്ചു എന്നാണ് പറയുന്നത്. മാർ ആബോ പിതാവ് കടമറ്റത്ത് നിന്നും യാത്രയാവുകയും തേവലക്കര പള്ളിയിൽ വെച്ച് കാലം ചെയ്യുകയും ചെയ്തു. മാർ ആബോയെ കാണുവാനായിട്ട് കടമറ്റത്തച്ഛൻ തേവലക്കരയിൽ പോവുകയും അവിടെ ചെന്നപ്പോൾ അടക്കം ചെയ്തിരുന്നു. ആ കബറിൽ നിന്ന് ഒരു കൈ ഉയർന്നു വന്നു എന്നാണ് പറയുന്നത്. മാർ ആബോയുടെ ഒരു വലത് കരം ഉയർന്നു വരികയും അത് കടമറ്റത്തച്ഛൻ അത് ഈ ദേവാലയത്തിൽ കൊണ്ടുവരികയും ഈ ദേവാലയത്തിൻ്റെ വിശുദ്ധ മദുബഹായിലെ തെക്കേ ഭിത്തിയിൽ അവിടെ പേർഷ്യൻ കുരിശ്, മാർ ആബോ പിതാവ് ഇവിടെ വന്നതിൻ്റെ തെളിവായി ഒരു പേർഷ്യൻ കുരിശ് ആ ഭിത്തിയിലുണ്ട്. ആ ഭിത്തിയിൽ കുരിശിരിക്കുന്ന സ്ഥലത്ത് അത് തിരുശേഷിപ്പായി അവിടെ അത് സൂക്ഷിച്ചിട്ടുമുണ്ട്. പള്ളിക്കകത്ത് കടമറ്റത്തച്ഛൻ്റേത് എന്ന് വിശ്വസിക്കുന്ന കബറിടമുണ്ട്. നിരവധി വിശ്വാസികളാണ് ഇവിടെ പ്രാർത്ഥനകൾക്കായി എത്താറുള്ളത്. അക്രൈസ്തവരായ ആളുകളും പണ്ടുമുതലേ പള്ളിയിലേക്ക് എത്താറുണ്ട്. കടമറ്റത്തച്ഛനുമായി ബന്ധപ്പെട്ട യക്ഷിക്കഥകളിലെ നീലിയെ കുടിയിരുത്തിയിരിക്കുന്നത് പനയന്നാർ കാവിലാണ്. കടമറ്റത്ത് നിന്നുള്ള യക്ഷിയമ്മ എന്ന് തന്നെയാണ് ഇവിടെ എഴുതി വച്ചിരിക്കുന്നത്.
നീലിയെ തളച്ചത് കടമറ്റത്തച്ഛനാണെന്നാണ് വിശ്വാസം. പ്രധാന പള്ളിക്ക് താഴെയായിട്ടാണ് കടമറ്റത്തച്ഛൻ താമസിച്ചിരുന്ന സ്ഥലം. അവിടെ ഇപ്പോൾ ഒരു പള്ളി സ്ഥാപിച്ചിട്ടുണ്ട്. പോയോടം എന്നാണ് ഇതറിയപ്പെടുന്നത്. ഈ ദേവാലയത്തിനോട് ചേർന്ന് ഒരു കിണർ സ്ഥിതി ചെയ്യുന്നു. പാതാള കിണർ എന്നാണ് ഇതറിയപ്പെടുന്നത്. കാണാതായ ആടുകളെ അന്വേഷിച്ചു പോയ കടമറ്റത്തച്ഛൻ ഈ കിണറിലൂടെ ഇറങ്ങിയാണ് കാട്ടാളന്മാരുടെ അടുത്തേക്ക് എത്തിയതും തിരികെ വരികയും ചെയ്തതെന്നാണ് വിശ്വാസം. പോയ ഇടം എന്ന വാക്കുകൾ ലോപിച്ചാണ് പോയേടമായത്. ഐതിഹ്യമാലയിൽ കടമറ്റത്തെക്കുറിച്ച് പരാമർശങ്ങളുണ്ട്. ഒൻപതാം നൂറ്റാണ്ടിൽ പണിത കടമറ്റം ദേവാലയത്തിൽ പിന്നീട് പലതവണ നവീകരണങ്ങൾ നടന്നു. AD 1945 നവീകരണ പ്രവർത്തനം നടന്നതിൻ്റെ ചെറിയൊരു രേഖയുണ്ട്. നിർമ്മാണത്തിലും നിരവധി പ്രത്യേകതകൾ കടമറ്റം പള്ളിക്കുണ്ട്. ഓരോ ചുമരുകൾക്ക് ഉള്ളിലും മണൽ നിറച്ചാണ് പള്ളി പണിതിരിക്കുന്നത്. എത്ര ചൂട് കാലാവസ്ഥയാണെങ്കിലും പള്ളിക്കുള്ളിൽ തണുപ്പ് അനുഭവപ്പെടും. ക്ഷേത്രങ്ങളുടെ മാതൃകയിലുള്ള പൂമുഖമാണ് മറ്റൊരു പ്രത്യേകത. 2021 നവംബറിൽ ആരംഭിച്ച പുനരുദ്ധാരണ പ്രവർത്തനങ്ങൾ ഇപ്പോൾ പൂർത്തിയായിട്ടുണ്ട്. തടികൾ കൊണ്ടാണ് പള്ളിയുടെ കൂടുതൽ ഭാഗവും നിർമ്മിച്ചിരിക്കുന്നത്. പുരാവസ്തു വകുപ്പിന്റെ കീഴിൽ ലിസ്റ്റ് ചെയ്യപ്പെട്ടിരിക്കുന്ന പള്ളിയാണ് കടമറ്റം. സ്വിറ്റ്സർലൻഡുകാരനായ കാൾ ഡാംഷെ എന്ന ആർക്കിടെക്റ്റാണ് പുനരുദ്ധാരണ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകിയത്. 5 കോടി രൂപയായിരുന്നു എസ്റ്റിമേറ്റ്. ആദ്യം തന്നെ ഞങ്ങൾ കംപ്ലീറ്റ് ഇതിൻ്റെ റൂഫും എല്ലാം താഴെ ഇറക്കി. അതിൻ്റെ ശീലാന്തിയായിട്ട് 10ഓളം ബീമുകൾ പൊസിഷൻ ചെയ്യുന്നത് വളരെ ശ്രമകരമായ ജോലിയായിരുന്നു. 1 ടണ്ണോളം വരുന്ന 36 അടി നീളമുള്ള 1 ടൺ വെയിറ്റ് ഉള്ളത് കോഴിക്കോട് നിന്ന് കലാസികളെ കൊണ്ടുവന്നാണ് അത് യഥാസ്ഥാനത്ത് പ്രതിഷ്ഠിക്കുകയും അതിൻ്റെ മേളിൽ ഉത്തരം വെച്ച് അത് മേഞ്ഞെടുക്കുവാനായിട്ട് 2 കൊല്ലക്കാലം അതെടുത്തു. സിറിയൻ പള്ളികളുടെ ഒരു മാതൃകയിലുള്ള കൊത്തുപണികളാണ് എല്ലാം. അത് അതുപോലെ തന്നെ ഞങ്ങൾ സംരക്ഷിച്ചിട്ടുണ്ടായിരുന്നു. നൂറ്റാണ്ടുകൾ പഴക്കമുള്ള മനോഹരമായ ചിത്രപ്പണികളാണ് പള്ളിയിലുള്ളത്. ചുമരുകളിലും മേൽക്കൂരയിലും ഇത് കാണാം. ഈ ചിത്രങ്ങളും തെളിമയോടെ തന്നെ സംരക്ഷിക്കുന്നുണ്ട്. പിന്നെ അതിൻ്റെ മദ്ബഹയുടെ ആർച്ചും, ആ ആർച്ചിലെല്ലാം പെയിൻറ്റുകളുണ്ട്. പണ്ടത്തെ ചെങ്കല്ലുകൾ ഉണ്ടാക്കിയിരിക്കുന്ന ആർച്ചാണ്. ആ ആർച്ചുകളിലെല്ലാം പെയിൻറ്റുകളുണ്ട്, ഓരോ എഡ്ജുകളിലെല്ലാം. അതെല്ലാമാണ് തെളിച്ചെടുത്ത് അതേപോലെ തന്നെ ഞങ്ങൾ വരച്ചു വച്ചിരിക്കുന്നത്. ഒരു പ്രത്യേക മിശ്രിതം ഉപയോഗിച്ച് വളരെ ക്ഷമയോടുകൂടി എല്ലാം തെളിച്ചെടുത്തതിന് ശേഷം 5 തരം കളറുകൾ, റോക്ക് പൗഡേഴ്സ്, അതായത് നാച്ചുറലായിട്ട് കിട്ടുന്ന കളറുകൾ മാത്രമേ ഉപയോഗിക്കുകയുള്ളൂ. 5 പഞ്ചവർണ്ണങ്ങളുള്ള ഈ വിവിധ സംസ്ഥാനങ്ങളിൽ നിന്നും ഇറക്കുമതി ചെയ്തുവായ പെയിൻറ്റുകൾ കൂട്ടുകൾ മാത്രമേ ഞങ്ങൾ ഉപയോഗിച്ചിട്ടുള്ളൂ. അത് 5 മാസം എടുത്തു. 14 ലക്ഷം രൂപയും ചിലവായി. അത് ജിജുലാൽ എന്ന് പറഞ്ഞ ഒരു വിദഗ്ധനായ ഒരു പെയിൻറ്ററുടെ നേതൃത്വത്തിലാണ് ചെയ്തത്. അദ്ദേഹമാണ് ഈ അമ്പലങ്ങളിലും പള്ളികളിലും ഇതുപോലത്തെ പെയിൻറ്റുകളെല്ലാം ചെയ്ത് വളരെ എക്സ്പീരിയൻസ്ഡ് ആയ ഒരാളാണ്. അദ്ദേഹത്തിൻ്റെ നേതൃത്വത്തിലുള്ള ആർട്ടിസ്റ്റുകൾ ഇവിടെ 5 മാസത്തോളം വീട് വാടകയ്ക്കെടുത്ത് താമസിച്ചാണ് അവർ ഈ പണി ചെയ്തത്. പ്രധാന പള്ളിയോട് ചേർന്ന മാളികയും 500 വർഷത്തിലധികം പഴക്കമുള്ളതാണ്. തടി, ഓട് തുടങ്ങിയവ കൊണ്ടാണ് ഈ മാളിക പണിതിരിക്കുന്നത്. ഇതിലെ കൊത്തുപണികൾ അതിശയിപ്പിക്കുന്നതാണ്. പേർഷ്യൻ കുരിശും സെന്റ് ജോർജിന്റെ പെയിന്റിങ്ങും ദേവാലയത്തിനകത്തെ പ്രധാന പ്രത്യേകതകളാണ്. പള്ളി സ്ഥാപകനായ മാർ ആബോ പേർഷ്യയിൽ നിന്ന് കൊണ്ടുവന്നതാണ് ഇവിടുത്തെ വിശേഷപ്പെട്ട കുരിശ്. കേരളത്തിൽ അല്ലെങ്കിൽ ഇന്ത്യയിൽ തന്നെയുള്ള ചുരുക്കം ചില ദേവാലയങ്ങളിൽ മാത്രമാണ് നമുക്ക് പേർഷ്യൻ ക്രോസ് ഇന്ന് കാണുവാനായിട്ട് സാധിക്കുന്നത്. അത് ഈ ദേവാലയത്തിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകതയാണ്. പള്ളിയുടെ കിഴക്കേ ചുമരിലുള്ള സെയിൻറ്റ് ജോർജിൻ്റെ ചിത്രത്തിന് 400 മുതൽ 500 വർഷം വരെ പഴക്കമുണ്ട്. ചിത്രങ്ങളായിട്ടുള്ളത് ഞങ്ങൾക്ക് ഈ മധുവയുടെ പുറകിലും ഇപ്പം ഇവിടെ ഈ പുതുതായിട്ട് വരച്ചതും എൻ്റെ സൈഡിലുള്ളതും, പിന്നെ മേളിൽ 2 ത്രോണോസിൻ്റെ മേളിൽ ഞങ്ങളുടെ ഈ പള്ളി സ്ഥാപിച്ചു എന്ന് പറയുന്ന മാറാബോ പിതാവിൻ്റെ ഒരു ചിത്രവും പിന്നെ മാതാവിൻ്റെ ചിത്രവും ഇത്രയും ഞങ്ങൾ പുതുതായിട്ട് അതുപോലെ തന്നെ ഇതേ സ്കീമിൽ പേറ്റ പെയിൻറ്റുകൾ കൊണ്ട് തന്നെയാണ് വരച്ചു വെച്ചിരിക്കുന്നത്. ഏകദേശം ഒരു 400 വർഷം പഴക്കമുള്ളൊരു പിക്ചറാണ് ആ മദ്ബഹായുടെ കിഴക്കേ ഭിത്തിയിലുള്ള പിക്ചർ. റിനോവേഷൻ്റെ സമയത്തും ഏകദേശം അത് ഒരു പൂർണ്ണമായി നശിച്ച രീതിയിലായിരുന്നു. നമ്മളത് വീണ്ടും ജിജുലാൽ എന്ന് പറയുന്ന ഒരു വ്യക്തി വീണ്ടും അത് ആ സമയത്ത് എങ്ങനെ ചെയ്തുവോ അതേ രീതിയിൽ തന്നെ പഴച്ചാറുകളും ഇലച്ചാറുകളും ഒക്കെ ഉപയോഗിച്ച് അത് വീണ്ടും റിനോവേറ്റ് ചെയ്തിട്ടുണ്ട്. അതൊരു യുണീക്ക് പിക്ചറാണ്. നമ്മൾ മറ്റ് ദേവാലയങ്ങളൊന്നും കാണാത്ത ഒരു പിക്ചറാണ് സെൻറ്റ് ജോർജിൻ്റെ ഈ പിക്ചർ എന്ന് പറയുന്നത്.
അത് ആളുകൾക്ക് കാണുന്ന രീതിയിൽ ഇപ്പോൾ നമ്മൾ റിനോവേഷൻ്റെ സമയത്ത് പള്ളിയുടെ പടിഞ്ഞാറ ഭിത്തിയിൽ അത് വീണ്ടും ഒന്ന് റീക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. ഐതിഹ്യവും കലയും ചരിത്രവും എല്ലാം ഒരുമിച്ച് ചേരുന്ന ഇടമാണ് കടമറ്റം പള്ളി. ഇവിടെ ജാതിയോ മതമോ ഇല്ല. അങ്ങനെ കടമറ്റത്തച്ഛൻ കടമറ്റത്തുകാരുടേത് മാത്രമല്ല എന്ന് ഈ ദേവാലയത്തെക്കുറിച്ച് അറിയുമ്പോൾ മനസ്സിലാകും.